നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എഗ്ഗ് പൊട്ടാറ്റോയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ചേരുവകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒലീവ് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു പൊട്ടാറ്റോ നല്ല ക്യൂബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോയാണിത്. ആ പൊട്ടാറ്റോ അതിൽ ചേർത്തൊന്ന് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് ഒരു ഉള്ളി, സാധാരണ നമ്മൾ ഓംലെറ്റിനെല്ലാം കട്ട് ചെയ്യുന്ന അതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയാണ് ഒരു ഉള്ളി. അത് ഇതിലേക്ക് ചേർത്തിട്ട് അതുകൂടി രണ്ടും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് മിക്സാക്കി വെച്ചു. ശേഷം ഞാനിതിൽ ഒരു 3 തക്കാളി, അതും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച തക്കാളിയാണ്, അതുകൂടി ഞാനിതിൽ ചേർത്ത് കൊടുത്ത് കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നേരം ഞാനതൊന്ന് മൂടി വെച്ച് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞങ്ങൾ വെള്ളമൊന്നും ചേർക്കാതെ ഈ പൊട്ടാറ്റോ, ഈ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി മിക്സായിട്ട് ഇങ്ങനെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ മസാലപ്പൊടി ചേർക്കാം. ഞാനിതിൽ ഒരു കുറച്ച് മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും കുറച്ച് ജീരക പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ മസാലകൾ ഓരോരുത്തർക്കും അതിൻ്റെ രീതിയിൽ ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, അതേപോലെ ബ്ലാക്ക് പെപ്പർ എല്ലാം ചേർക്കാം. അപ്പോൾ ഇതൊക്കെ റെഡിയായി. ഇനി നമുക്കിതിലേക്ക് എഗ്ഗാണ് വേണ്ടത്. ഞാൻ 5 എഗ്ഗാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഈ 5 എഗ്ഗും ഇതിൻ്റെ മേലെ ഇതേപോലെ പൊട്ടിച്ച് ഒഴിക്കാം. ഇത് പൊട്ടിച്ച് ഒഴിക്കുമ്പോൾ ഒന്ന് ഓരോ ചെറിയ കുയ്യാക്കിയതിന് ശേഷം അതിൽ പൊട്ടിച്ച് ഒഴിച്ചാൽ എഗ്ഗ് അതിൽ ഇറങ്ങി നിൽക്കും. അപ്പോൾ ഇത് എഗ്ഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ ഒലിച്ചു പോകാതെ നന്നായിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം മൂടി വെച്ചു. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് പച്ചമുളകാണ്. പച്ചമുളകും അതേപോലെ മല്ലിയിലയാണ് ഇതിൻ്റെ മേലെ ഗാർണിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ പണിയുള്ളൂ. ഇതാണ് നമ്മളെ എഗ്ഗ് പൊട്ടാറ്റോ. ഇതിനി ബ്ലാക്ക് പെപ്പർ, അതേപോലെ മുളക് പൊടി, ഞാൻ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ബ്ലാക്ക് പെപ്പർ ഇഷ്ടമുള്ളവർക്ക് ബ്ലാക്ക് പെപ്പർ ചേർക്കാവുന്നതാണ്. അതിനുശേഷം ഓരോന്നും ഇങ്ങനെ ഓരോ പീസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ എഗ്ഗ് പൊട്ടാറ്റോ. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നല്ല ഒരു അടിപൊളി ടേസ്റ്റുള്ള, നമുക്കിത് ബ്രെഡിൻ്റെ കൂടെയും അതേപോലെ കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കണം. അതേപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. അതേപോലെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം വീണ്ടും കാണുന്നത് വരെ നമസ്കാരം. അസ്സലാമു അലൈക്കും.